യാത്രക്കാർക്ക് തന്നെ ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. നടുവിന് പ്രോബ്ലം, അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്കൂൾ തുറന്ന ഘട്ടമായതുകൊണ്ടാണ് അടിയന്തരമായിട്ട് തുറന്നു കൊടുക്കേണ്ടി വന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നെടുമങ്ങാടിലെ നവീകരിച്ച KSRTC ബസ് സ്റ്റാൻഡിലാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം നടന്നത്. നവീകരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബസ് ഒതുക്കുന്ന സ്ഥലത്ത് ധാരാളം കുഴികൾ ഉണ്ടായിരുന്നു. അത് യാത്രക്കാർക്കും ജീവനക്കാർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് ജീവനക്കാർ എല്ലാവരും തന്നെ ATOയ്ക്ക് കംപ്ലൈന്റ് കൊടുക്കുകയും തുടർന്ന് നഗരസഭയും ATOയും സർക്കാരും ചേർന്ന് പുതിയ ഒരു നവീകരണ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൽ നടത്തുകയും ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ നവീകരണ പ്രവർത്തനത്തെ കുറിച്ച് നമുക്ക് ജീവനക്കാരോടും യാത്രക്കാരോടും വേണ്ടപ്പെട്ട അധികൃതരോട് നമുക്ക് ചോദിച്ചറിയാം. സമീപത്തുള്ളവർക്ക് നമുക്ക് ഇവിടുത്തെ നവീകരണ പ്രവർത്തനങ്ങൾ ചോദിച്ചറിയാം. അപ്പൊ ചേട്ടാ, മുമ്പത്തുള്ള വെച്ച് ഇപ്പൊ എത്രയൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്? അല്ല, മുമ്പ് കുറച്ച് പ്രശ്നമൊക്കെ ആയിരുന്നു. കുണ്ടും കുഴിയായിട്ടൊക്കെ കിടക്കായിരുന്നു. പോകാനും വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം അതിൽ നിന്ന് വെച്ച് നോക്കണമെങ്കിൽ ബെറ്റർ ആയിട്ടുണ്ട്. ഇവിടെ യാത്രക്കാർക്ക് തന്നെ ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. നടുവിന് പ്രോബ്ലം, അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ വെച്ച് നോക്കണമെങ്കിൽ ബെറ്റർ ആയിട്ടുണ്ട്. പരിക്കേറ്റ് ഞാൻ ഇടയ്ക്ക് ഇവിടെ നിന്നപ്പോഴത്തെ ഒരു ലേഡി കണ്ടക്ടറിന് ഇതുപോലെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് വീഴുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളൊക്കെ പോയി ഹെൽപ്പ് ചെയ്തത്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം ബെറ്റർ ആയിട്ടുണ്ട്. യാത്ര ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കുലുങ്ങിയും എടുത്തും കൈയും കാലുകളും എല്ലാം ഓടിഞ്ഞു അങ്ങനെ വരുമ്പോൾ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് നവീകരണങ്ങളൊക്കെ ഇപ്പം ചെയ്ത് പൂർത്തിയായില്ല, ഇനിയുണ്ട്. ഇനിയിപ്പോൾ ആർച്ചിൻ്റെ പണിയുണ്ട്, അല്ലാതെ ഇവിടുത്തെ മെയിൻ്റനൻസ് പണികളൊക്കെ ഉണ്ട്. സ്കൂൾ തുറന്നതായതുകൊണ്ട് പെട്ടെന്ന് പണി തീർത്തതാണ്. കുണ്ടും കുഴിയായിട്ട് കിടക്കണമെന്ന് എല്ലാം മാറ്റിയത് പരാതികൾ വന്നുകൊണ്ടാണ്. ഇവിടെ ഇനി മാറ്റങ്ങൾ വരും. മന്ത്രിയൊക്കെ വന്നിരുന്ന് ഓരോ കാര്യങ്ങളായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട്, അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ചില്ലറ പണികൾ ഇവിടെ അവർക്ക് ഒരാവശ്യം. അതും അപ്പുറത്ത് പമ്പിൻ്റെ അവിടെ വെച്ചാണ്. അത് വണ്ടി അവരെ കുഴപ്പമാണ്, ഇവിടുത്തെ കുഴപ്പമല്ല. അത് ബഹുമാനപ്പെട്ട നെടുമങ്ങാട് MLA ഭക്ഷ്യ സിവിൽ മന്ത്രിയായിരുന്ന അനിൽ സാറിനെ ശ്രദ്ധയപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് 80 ലക്ഷം രൂപ ഉപയോഗിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ചെയ്ത്. ഇനിയൊരു വർക്കൂടെ ഉള്ളത്, ക്യാമറയുടെ വർക്ക് കൂടെ ഉണ്ട്. അതും ഉടനെ തന്നെ അത് നടത്തുന്നതിനുള്ള ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനുമായിട്ട് ലിങ്ക് ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഡിസ്പ്ലേ ബോർഡൊക്കെ ഇപ്പോൾ വയ്ക്കും. അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സ്കൂൾ തുറന്ന ഘട്ടമായതുകൊണ്ടാണ് അടിയന്തരമായിട്ട് തുറന്നു കൊടുക്കേണ്ടി വന്നത്. ഇതിന്റെ മറ്റുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമറയുടെ എല്ലാം ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപ അനുവദിച്ച് ഇവിടെ മൊത്തം ക്യാമറ 30 ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ താഴെ വർക്ക്ഷോപ്പിൻ്റെയും പ്രവർത്തനങ്ങൾ തുടർന്നും ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA അതിനുള്ള നടപടികളെല്ലാം ആയിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ നെടുമങ്ങാട് നടന്ന വിഷയങ്ങൾ. അതായത് കുഴിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു. വണ്ടി ഇങ്ങനെ കട്ടറിൽ വീഴുമ്പോഴത്തേക്ക് അതിൽ ഒരു ജീവനക്കാർക്കും യാത്രക്കാർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ അതായത് വലിയ യാർഡിലുണ്ടായ അതിൽ ആദ്യ നിർമ്മാണത്തിൽ വന്ന അപാകതകളിൽ സംഭവിച്ചതാണ്. അന്ന് ഈ പൂഴി മണ്ണാൻ അടിയിൽ കിടന്നത്. അതിന്റെ വന്ന അപാകത, ഇതിന്റെ പുറത്ത് ഇത് പാകിയത് കൊണ്ടുവന്ന അപാകത, അത് പരിഹരിക്കുന്നതിനാണ് MLA ശ്രദ്ധപ്പെടുത്തിയത്. ഉപയോഗിച്ച് യൂണിയൻ ഇടപെട്ട് MLA ശ്രദ്ധപ്പെടുത്തിക്കൊണ്ടാണ് അത് നടന്നത്. അത് ഇപ്പം ആധുനിക രീതിയിൽ തന്നെയാണ് ചെയ്തത്. ഇതിന്റെ പുറത്ത് കോൺക്രീറ്റ് ചെയ്ത്, കമ്പി കെട്ടി കോൺക്രീറ്റ് ചെയ്ത് അത് ആധുനിക രീതിയിൽ തന്നെയാണ് ചെയ്തത്. ഇനി അതങ്ങനെ സംഭവിക്കില്ല എന്നാണ് വിശ്വാസം. നല്ല രീതിയിൽ ഞാനിവിടുത്തെ KSRTC എംപ്ലോയീസ് അസോസിയേഷൻ്റെ യൂണിറ്റ് സെക്രട്ടറിയാണ്. അപ്പം നമ്മൾ നിരന്തരം ഈ സംഘടനാപരമായിട്ട് ഈ ബഹുമാനപ്പെട്ട MLA ശ്രദ്ധപ്പെടുത്തുകയും അദ്ദേഹം അത് നല്ല രീതിയിൽ തന്നെ നല്ല തുക ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അത് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി തുടർ നടപടികളും മറ്റ് വർക്കുകളും ഇതിന് അനുബന്ധമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പം
പിന്നെ അതിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നും ബഹുമാനപ്പെട്ട ഏറ്റവും അത് നേതൃത്വം കൊടുത്തത് വന്ന് ഡെയിലി അത് വന്ന് വിലയിരുത്തുമായിരുന്നു. വിലയിരുത്താൻ പുള്ളി ജോലി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഏറ്റവും അല്ലെങ്കിൽ കൺട്രോളിങ് ഫുൾ ടൈം ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെയാണ് മേൽനോട്ടം വഹിച്ചതും അതിന്റെ കാര്യങ്ങൾ നോക്കിയതും പറഞ്ഞു കൊടുത്തതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹത്തിന്റെ ഇതിൽ തന്നെയാണ്. ഏതായാലും നെടുമങ്ങാട് ബസ് സ്റ്റാൻഡ് ഇപ്പോൾ വികസന പാതയിലാണ്. ഇവിടുത്തെ ജനങ്ങൾ ഒട്ടനവധി സന്തോഷത്തിലാണ്. കാരണം ഇവിടുത്തെ കുഴികളെല്ലാം തന്നെ ഇപ്പോൾ അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും നഗരസഭയ്ക്ക് ഇത്തരത്തിലുള്ള വികസന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ അമലിനോടൊപ്പം ഐശ്വര്യ എസ്, കേരള ടുഡേ ന്യൂസ്.